നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ. 78 വർഷത്തിനിടെ രാജ്യത്ത് അടിസ്ഥാന നയങ്ങൾ മാറിയെന്ന ശശി തരൂർ. വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. മോദി സർക്കാർ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്നു. കേന്ദ്രീകൃത ഭരണത്തിൽ BJPയെ വിശ്വസിക്കുന്നതായും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യം ഏറെ മുന്നോട്ട് പോയതായും ശശി തരൂർ പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് S. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ് അല്ലേ? നിഖിൽ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ മികവ് പലതവണ ശശി തരൂർ എടുത്തു കാട്ടിയിട്ടുള്ളതാണ്. അതായത് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്തെന്ന് പലതവണ ശശി തരൂർ തുറന്നു കാട്ടിയിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിലായി വിദേശത്ത് ബ്രിട്ടനിൽ ഒരു സർവകലാശാലയിൽ നടത്തിയ ഒരു പരിപാടിക്കിടെയാണ് കഴിഞ്ഞ 78 വർഷത്തിനിടെ ഇപ്പോൾ ഭാരതത്തിൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ, വലിയ പരിണാമങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശശി തരൂർ സൂചിപ്പിക്കുകയുണ്ടായി. അത് വിദേശ നയത്തിലും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും അത് വ്യക്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഭരിച്ചിരുന്ന UPA സർക്കാർ അവരുടെ നയതന്ത്ര മേഖല എങ്ങനെ കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. മറ്റു പല വിദേശ രാജ്യങ്ങൾക്ക് മുന്നിലും ഭാരതം തലകുനിഞ്ഞു നിൽക്കേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്നുള്ളത്. അതായത് ആ കാലഘട്ടം മാറിയിരിക്കുന്നു. ഇപ്പോൾ അതല്ല യാഥാർത്ഥ്യം. നയതന്ത്രത്തിൽ അത് വളരെ നരേന്ദ്രമോദിയുടെ ഭരണ മികവ് എന്താണ് എന്നുള്ളത് നയതന്ത്രത്തിൽ വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് അദ്ദേഹം ശശി തരൂർ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയത്തിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ അത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്രകടമാണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ രാജ്യത്തും അതേപോലെ തന്നെ നയതന്ത്ര തരത്തിലും ഭാരതം ഏത് തരത്തിൽ മികവ് പുലർത്തുന്നു, ഏത് തരത്തിലേക്ക് പരിണാമം സംഭവിക്കുന്നു എന്നുള്ളതാണ് ശശി തരൂർ തുറന്നു കാട്ടുന്നത്. ഒപ്പം തന്നെ ശക്തമായ ദേശീയവാദമാണ് BJP മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ആ ശക്തമായ ദേശീയവാദം തന്നെയാണ് ഈ ഭരണ മികവിന് കാരണമെന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ കേന്ദ്രീകൃത ഭരണത്തിൽ BJP വിശ്വസിക്കുന്നു എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, വിഘടനവാദമല്ല, അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളെ ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള നയമല്ല, മറിച്ച് ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മികവ് അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പ്രകടമാക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത്. കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ മികവ് അത് BJP പുലർത്തുന്നു എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ നമുക്കറിയാം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ പല റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടടക്കം വലിയ രീതിയിൽ പല സംഘടനകളടക്കം രാജ്യത്ത് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുണ്ടായ മാറ്റം ഏത് തലത്തിലാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയുണ്ടായി പലതവണ പല റിപ്പോർട്ടുകളിലും. അതുതന്നെയാണിപ്പോൾ ശശി തരൂരും ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്ത് വലിയ രീതിയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കി അത് നരേന്ദ്രമോദി സർക്കാരിന് കീഴിലാണ് എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയും, ഒരു വിദേശ രാഷ്ട്രത്ത് വെച്ചാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണ മികവിനെ അദ്ദേഹം ഉയർത്തുകാട്ടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപം, വലിയ ആരോപണം, അതേപോലെ തന്നെ വലിയ ഒരു വിചാരണ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ദിരയെ പേരെടുത്ത് വിമർശിക്കുകയും സഞ്ജയെ പേരെടുത്ത് വിമർശിക്കുകയും ചെയ്തിരുന്നു ശശി തരൂർ. അടുത്ത കാലത്തെങ്ങും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ നെഹ്റു കുടുംബത്തിനെതിരെ, ഇന്ദിരയ്ക്കെതിരെ ഇത്രത്തോളം വിമർശനം ഉയർത്തിയ മറ്റൊരു നേതാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കണ്ണിലെ വലിയ കരടായി മാറിയിരിക്കുന്നു. ശശി തരൂരിനെതിരെ കോൺഗ്രസ് പാളയത്തിൽ പടയൊരുക്കം സജീവമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനു പുറമെയാണിപ്പോൾ ഏറ്റവും ഒടുവിലായി ശശി തരൂരിൻ്റെ ഈ ഒരു പ്രസ്താവന. അതായത് നരേന്ദ്രമോദിയെയും രാജ്യത്തിൻ്റെ ഭരണ മികവിനെയും പുലർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം, അതും കോൺഗ്രസ് നേതാക്കൾക്ക് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിഖിൽ.